بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه أما بعد സൂറത്ത് النمل 35 മുതൽ 37 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പുതിയ പാഠമായിട്ട് നമ്മൾ പാരായണം ചെയ്യുന്നത്. ഈ ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട നിയമങ്ങൾ സൂചിപ്പിക്കുന്നു. وإني مرسلة إليهم وإني ഇവിടെ രണ്ട് ഹറക്കത്തിൻ്റെ അളവിൽ ഉന്നത്ത് കൊടുക്കണം. നൂൻ മുഷദ്ദദയെ ഷദ്ദുള്ള നൂനിനെ മണിക്കണം. മുർസിലത്തുൻ റാഇന് തഫ്ഖീം കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സാക്കിനത്തായ റാ തൊട്ട് മുമ്പിൽ ദമ്മുണ്ട്. മുർസിലത്തുൻ ഇലൈഹിം തൻവീനും ശേഷം ഹംസയുമാണ്. ഇൽഹാർ ഹൽക്കി നൽകി മണിക്കാതെ വെളിവാക്കണം. ഇലൈഹിം ബിഹദിയ്യ അവിടെ സാക്കിനത്തായ മീമിനെ ഇഖ്ഫ ഷഫവി നൽകി അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. ബിഹദിയ്യത്തിൻ ഫനാദിറ തൻവീനും ശേഷം ഫാഉമാണ്. ഇഖ്ഫ ഹഖീഖി നൽകി മറച്ചു മണിച്ച് ഉച്ചരിക്കുക. ഫനാദിറത്തുൻ ബിമ യർജിഉൽ മുർസലൂൻ നാദിറത്തുൻ എന്ന തൻവീനും ശേഷം ബാഉം വന്നിട്ടുണ്ട്. ഇവിടെ തൻവീനിനെ ഇഖ്ലാബ് ചെയ്ത് മീമാക്കി മാറ്റി മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഫലത്തിൽ ഇഖ്ഫ ഷഫവിയുടെ ഹുക്മ നൽകിക്കൊണ്ട് മീമിനെ ഉച്ചരിക്കുകയും വേണം. ഫനാദിറത്തുൻ ബിമ യർജിഉ നാദിറത്തുൻ ഇതിൽ തഫ്ഖീം ചെയ്യേണ്ട അക്ഷരമാണ്. ഇസ്തിഅലാൻ്റെ ഹർഫാണ്. എന്നാൽ കസ്റ ആയതുകൊണ്ട് കുറഞ്ഞ തഫ്ഖീമാണ് നൽകുക. ശേഷം റാ ഉണ്ട്. റാഇനെ പൂർണ്ണമായി തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കണം, തടിപ്പിക്കണം. യർജിഉ ഇതിൽ റാഇനും തഫ്ഖീം കൊടുക്കുക. സാക്കിനത്തായ റാ തൊട്ട് മുമ്പിൽ ഫത്ഹ് ആണ്. അതേപോലെ അൽ മുർസലൂൻ അവിടെയും നേരത്തെ തുടക്കത്തിലുള്ള മുർസിലത്തുൻ എന്ന് പറഞ്ഞ അതേ ഹുക്മ തന്നെ അൽ മുർസലൂൻ എന്ന് പറയുമ്പോൾ റാഇന് നൽകുക, തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കുക. ഫലമ്മ ഷദ്ദുള്ള മീമിനെ മണിക്കുക. ജാഅ ഈ പദത്തിലുള്ള ദീർഘം മദ് മുത്തസിൽ വാജിബ് എന്നതാണ്. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ അലിഫിനെ ദീർഘിപ്പിക്കൽ നിർബന്ധമാണ്. ഫലമ്മ ജാഅ സുലൈമാന ഖാല ഖാഫും അതിൻ്റെ ദീർഘാക്ഷരമായ അലിഫും തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കേണ്ട അക്ഷരങ്ങളാണ്. ഖാഫ് ഇസ്തിഅലാൻ്റെ ഹർഫാണ്. അതിനെയാണ് അലിഫ് നൽകി ദീർഘിപ്പിക്കുന്നത്. ഖാല അതുമിദ്ദൂനനി ബിമാലിൻ ഫമാ ആതാനി അല്ലാഹ് ബിമാലിൻ ഫമാ അവിടെ തൻവീനും ശേഷം ഫാഉമാണ്. ഇഖ്ഫ ഹഖീഖി നൽകി മറച്ച് മണിക്കുക, അവ്യക്തമാക്കി മണിച്ചുച്ചരിക്കുക. ഫമാ ആതാനി അല്ലാഹ് ഇവിടെ ഫമാ എന്നതിലെ ദീർഘം മദ് മുൻഫസിൽ ജായിസാണ്. അലിഫിനെ 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കുക. ആതാനി അല്ലാഹു ഈ പദം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ആതാൻ എന്നോ ആതാനി എന്നോ രണ്ട് രൂപത്തിലും വഖഫ് ചെയ്യാവുന്ന രണ്ട് വജ്ഹുള്ള പദമാണ്. അവിടെ ശ്രദ്ധിക്കുക. ഫമാ ആതാനി അല്ലാഹു അല്ലാഹു എന്ന ലഫ്ദുൽ ജലാലയെ തഫ്ഖീം ചെയ്തുകൊണ്ട് ലാമിനെ ഉച്ചരിക്കണം. ഫമാ ആതാനി അല്ലാഹു ഖൈറും മിമ്മാ ഖാ ഇസ്തിഅലാൻ്റെ ഹർഫാണ്. തഫ്ഖീം ചെയ്യുക, പൂർണ്ണമായും തടിപ്പിച്ച് ഉച്ചരിക്കുക. റാഇനും തഫ്ഖീമാണ്.
റായിൻ്റെ തൻവീൻ പൂർണ്ണമായും മീമിലേക്ക് ലയിപ്പിച്ച് ഉച്ചരിക്കുക. അപ്പോൾ മീമിന് ഷദ്ദ് വരുന്നു. വീണ്ടും ഷദ്ദുള്ള മീമുണ്ട്, മുഷദ്ദദായ മീം. അപ്പോൾ 2 ഷദ്ദുള്ള മീം തുടരെയായി ഉച്ചരിക്കുന്നു, മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. ഖൈറും മിമ്മാ ആതാകും. മിമ്മാ എന്നതിലെ അലിഫ് മദ് മുൻഫസിൽ ജായിസ് നൽകി ദീർഘിപ്പിക്കേണ്ടതാണ് 4-5 ഹറക്കത്തിൻ്റെ അളവിൽ. ആതാകും ഇതിൽ മദ്ദുൽ ബദൽ വന്നിട്ടുണ്ട്. എന്നാൽ പ്രത്യേകിച്ച് ദീർഘം നൽകപ്പെടുന്നില്ലെങ്കിലും ആ ദീർഘത്തിൻ്റെ വിധി മദ്ദുൽ ബദൽ എന്നതാണ്. ആതാകും അവിടെ വഖഫ് ചെയ്യാതെ ചേർത്തോതുമ്പോൾ ആതാകും ബൽ എന്ന് സാക്കിനത്ത മീമിന് ഇഖ്ഫ ഷഫവി നൽകി മറച്ചു മണിച്ചുച്ചരിക്കുക. ബൽ അൻതും ഇതിലുള്ള സാക്കിനത്ത ലാം ഇൽഹാർ ചെയ്യേണ്ടതാണ്. ബൽ അൻതും അവിടെ ബല്ലൻതും എന്നോ ബലൻതും എന്നോ വരികയില്ല. വ്യക്തമാക്കി ലാം ഉച്ചരിക്കുക. അൻതും ഈ പദത്തിലെ സാക്കിനത്തായ നൂനിനെ ഇഖ്ഫ ഹഖീഖി നൽകി മറച്ചു മണിച്ചുച്ചരിക്കണം. അൻതും ബിഹദിയ സാക്കിനത്തായ മീം ശേഷം ബാ ഇഖ്ഫ ഷഫവി. അപ്പോൾ 2 ഇഖ്ഫാകൾ അടുത്ത് വരികയാണ്. ആദ്യത്തേത് ഇഖ്ഫ ഹഖീഖി, രണ്ടാമത്തേത് ഇഖ്ഫ ഷഫവി. അൻതും ബിഹദിയതികും അന്ത്യത്തിൽ വന്ന സാക്കിനത്തായ മീം ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കുക. തഫ്റഹൂൻ ഇതിലുള്ള റായിന് പൂർണ്ണമായ തഫ്ഖീം കൊടുക്കുക. തഫ്റഹൂൻ തഫ്ഖീം ചെയ്യേണ്ട അക്ഷരങ്ങൾക്ക് മാത്രം തഫ്ഖീം കൊടുക്കുക. ബാക്കി എല്ലാ ഹർഫുകൾക്കും തർക്കീഖാണെന്നതും പൊതുവിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇർജിഅ ഇലൈഹിം ഹംസത്തുൽ വസ്ലിന് കസ്റാണ്. 3ാമത്തെ അക്ഷരമായ ജീമിന് കസ്റായതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇർജിഅ ഇലൈഹിം ഫലനഅതിയന്നഹും സാക്കിനത്തായ മീം ശേഷം ഫ ഇൽഹാർ ഷഫവി. സൂക്ഷ്മതയോടെ ഇൽഹാർ ചെയ്യണം, കാരണം ഫ ഷഫവിയ അക്ഷരമാണ് എന്നതുകൊണ്ട്. ഫലനഅതിയന്നഹും ബിജുനൂദ് സാക്കിനത്തായ മീമും ശേഷം ബാവും വന്നിട്ടുണ്ട്. ഇഖ്ഫ ഷഫവി ചെയ്ത് മീമിനെ മണിച്ചുകൊണ്ട് അവ്യക്തമാക്കി ഉച്ചരിക്കുക. ഫലനഅതിയന്നഹും ഇതിലുള്ള നൂൻ മുശദ്ദദക്കും ഉന്നത്ത് കൊടുക്കണം, മണിക്കണം. ഫലനഅതിയന്നഹും ബിജുനൂദിൻ ലാ ഖിബല ലഹും തൻവീനും ശേഷം ലാമും ഇദ്ഗാം ബിഗൈരി ഗുന്ന ചെയ്തുകൊണ്ട് പൂർണ്ണമായും തൻവീനിലെ ലാമിലേക്ക് ലയിപ്പിച്ച് മണിക്കാതെ ഉച്ചരിക്കുക. ലാ ഖിബല ലഹും ബിഹ ഖിബല ഖാഫിന് കുറഞ്ഞ തഫ്ഖീമാണ് കസ്റായതുകൊണ്ട്. ലാ ഖിബല ലഹും ബിഹ സക്കിൻ തമീം ബാഉം ഇഖ്ഫ ഷഫവി നൽകി അവ്യക്തമാക്കി മണിക്കുക, മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. വലനുഖ്രിജന്നഹും മിൻഹ അവിടെ നൂൻ മുശദ്ദദ വരുന്നു. അന്ത്യത്തിൽ സാക്കിനത്തായ മീം ശേഷമുള്ള മീമിലേക്ക് ലയിപ്പിച്ച് മണിക്കുക. ഇദ്ഗാം ഷഫവി അല്ലെങ്കിൽ ഇദ്ഗാം മിസ്ലൈന് സഗീർ എന്നും പേര് പറയാം, മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. വലനുഖ്രിജന്നഹും മിൻഹ സാക്കിനത്തായ നൂനും ഹാവും ഇൽഹാർ ഷഫവി. മിൻഹ അദില്ല ഇതിലുള്ള ദീർഘം മദ് മുൻഫസിൽ ജായിസാണ്. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കുക. അദില്ലതൻ വഹും സാഗിറൂൻ തൻവീനും ശേഷം വാവും ഇദ്ഗാം ബിഗുന്ന ചെയ്ത് തൻവീനിനെ ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. വഹും സാഗിറൂൻ വഹും എന്നതിലെ സാക്കിനത്തായ മീം ഇൽഹാർ ഷഫവി മണിക്കാതെ വെളിവാക്കണം. സ്വാദിനും അലിഫിനും തഫ്ഖീമാണ്. സാഗിറൂൻ ഗൈനിന് കുറഞ്ഞ തഫ്ഖീം കസ്റായതുകൊണ്ട് ശേഷം റായിനും തഫ്ഖീം. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഭംഗിയായി പാരായണം ചെയ്യുക. സാഗിറൂൻ എന്ന് പൂർത്തിയാക്കുക. ബാറക്കല്ലാഹു ഫീക്കും.
أعوذ بالله من الشيطان الرجيم وإني مرسلة إليهم بهدية فناظرة بما يرجع المرسلون فلما جاء سليمان قال أتمدونني بمال فما آتاني الله خير مما آتاكم بل أنتم بهديتكم تفرحون ارجع إليهم فلنأتينهم بجنود لا قبل لهم بها ولنخرجنهم منها أذلة وهم صاغرون